ക്യാമറ പെണ്ണ്. രചന സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 34. മാളിൽ വെച്ച് ചുമ്മുവിനെ നോക്കിക്കൊണ്ട് നിന്നവൻ ആരാണ്? അവൻ്റെ കണ്ണുകളിൽ താനെന്ന് കണ്ടത് അടങ്ങാത്ത അവളോടുള്ള പ്രണയമോ ഇഷ്ടമോ അങ്ങനെ എന്തൊക്കെയോ ഭാവങ്ങളാണ്. അവൻ്റെ നോട്ടം താൻ കണ്ടെന്ന് മനസ്സിലാക്കിയതും ആളപ്പോഴേക്ക് ഓടി ഒളിച്ചിരുന്നു. പക്ഷെ ആരാണത്? ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യം. അതെന്തായാലും വിപിനല്ല. വിപിൻ അപ്പോൾ ചുമ്മുവിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. കട്ടിലേക്ക് ഇരുന്നു കൊണ്ട് തന്നെ കയ്യിലിരിക്കുന്ന കീ ചെയിൻ സൂക്ഷ്മമായി അവൻ പരിശോധിച്ചു കൊണ്ടിരുന്നു. ഇതുപോലെയുള്ള എന്തോ ഒന്നുകൊണ്ടാണ് അന്ന് രാത്രിയിൽ ആ ബൈക്കിൽ വന്നവൻ തന്നെ ഇല്ലാതാക്കുവാനായി ശ്രമിച്ചത്. പക്ഷെ എന്തിന്? അവൻ്റെ ചിന്തകൾ ചൂടുപിടിച്ചു. എന്തൊക്കെയാണെങ്കിലും ഒന്ന് ഉറപ്പാണ്, അന്ന് മാളിൽ വെച്ച് കണ്ടവനും അന്ന് രാത്രി തന്നെ വീണ്ടും മുൻപിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാനായി ശ്രമിച്ചവനും ഒന്നാണ്. അവൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി ചുമ്മുവിനെ നേടാൻ വേണ്ടിയാണോ? പൊടുന്നനെ മാധവിന് അങ്ങനൊരു സംശയമുണ്ടായി. അതോ തൻ്റെ മുഖം നോക്കാതെയുള്ള ഡ്യൂട്ടി കാരണമുണ്ടായ ക്രിമിനൽ ശത്രുക്കളാണോ? അവനൊന്ന് തിരുത്തി ചിന്തിച്ച് നോക്കി. പക്ഷെ വീണ്ടും ചുമ്മുവിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് അവൻ്റെ ചിന്തകൾ എത്തി നിന്നത്. അതുതന്നെ ആയിരിക്കും ചിലപ്പോൾ കാരണം. അങ്ങനെയെങ്കിൽ താനും ചുമ്മുവും തമ്മിലുള്ള ബന്ധം നല്ലവണ്ണം അറിയാവുന്ന ഒരാളാണ് ആ ഒരുവൻ. തങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെന്നറിയുന്ന ആരോ ഒരാൾ. വാക്കാൽ ഉറപ്പിച്ച തങ്ങളുടെ വിവാഹം, അതും വീട്ടിലുള്ളവർക്ക് മാത്രം അറിയാൻ പറ്റുന്ന ആ കാര്യം പുറത്തു നിന്നുമുള്ള ആ ഒരുവൻ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെയാണ്. ഒന്നെങ്കിൽ വീട്ടിൽ തന്നെയുള്ള ഒരാൾ, അല്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരാൾ. മാധവിൻ്റെ മനസ്സിൽ കൂടി പ്രതിസ്ഥാനത്ത് പലരും കടന്നുപോയി. പക്ഷേ കയ്യിലുള്ള ഒരു കീ ചെയിൻ കൊണ്ടോ ഒന്നും സംശയം ഉറപ്പിക്കാൻ കഴിയില്ല. ഇതുപോലെയുള്ള കീ ചെയിനുകൾ ഇപ്പോൾ ഒരുപാട് പേരുടെ കയ്യിലുണ്ടാവും. ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ വണ്ടിയുടെ നമ്പറായിരുന്നു. അത് ട്രേസ് ചെയ്ത് നോക്കിയപ്പോൾ മുംബൈയിലുള്ള ഒരു അഡ്രസ്സാണ് കാണിക്കുന്നത്. ഒരു പ്രായമായ ഹിന്ദിക്കാരൻ്റേത്. അയാളെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ആ വണ്ടി കളവ് പോയി എന്നാണ് അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഒരാഴ്ച മുമ്പ് ബൈക്ക് മിസ്സിംഗ് ആയ ദിവസം പോലീസിന് കൊടുത്ത കംപ്ലൈൻറ്റ് കോപ്പിയും അയാൾ തനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു. അദ്ദേഹം പറഞ്ഞൊന്നും അവിശ്വസനീയമായി തോന്നിയില്ല. അന്വേഷിച്ചപ്പോൾ എല്ലാം ശരിയാണെന്ന് തെളിയുകയും ചെയ്തു. എന്തായാലും ഒന്നുറപ്പാണ്, വന്ന ആൾ നിസ്സാരക്കാരനല്ല, കൊടും ക്രിമിനൽ തന്നെ. മാധവിൻ്റെ തലച്ചോറ് മുരണ്ടു. ലക്ഷ്യം ചുമ്മുവാണെങ്കിൽ? അതോർത്തപ്പോൾ മാത്രം പൊടുന്നനെ അവന് ചിരി വന്നു പോയിരുന്നു. മോനെ മുഖംമൂടി, നീ കളിക്കാൻ പോണതേ മാധവിൻ്റെ പെണ്ണിനോടാ, മേലേടത്ത് വേദനാരായണിയോട്. നിന്നെ പോലുള്ളവന്മാരെ തറ പറ്റിക്കാൻ അവൾ ഒരുത്തി മാത്രം മതി. കളത്തിനിറങ്ങാൻ എനിക്ക് പോലും അവൾ ഇന്നേ വരെ ഒരു ചാൻസ് പോലും തന്നിട്ടില്ല. കീ ചെയിൻ എടുത്ത് ടേബിളിൻ്റെ മുകളിലേക്ക് എടുത്തിട്ടിട്ട് അവൻ ഉറങ്ങുവാനായി കട്ടിലേക്ക് മലർന്നു കിടന്നു. കണ്ണടച്ച് കിടക്കുമ്പോൾ പതിവ് പോലെ അവൻ്റെ കണ്ണുകൾക്കുള്ളിൽ അന്നും വേദന നിറഞ്ഞു. അവളെയും താലോലിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് ആഴുമ്പോൾ അങ്ങകലെ ഒരു മുറിയിൽ ചുമ്മുവിൻ്റെ രൂപം തൻ്റെ ക്യാൻവാസിൽ പകർത്തുകയായിരുന്നു ആ അപരിചിതൻ. എൻ്റെ പെണ്ണ്. അവളുടെ ചിത്രത്തിലെ ഭാഗങ്ങളിൽ വിരലുകൾ കൊണ്ട് തൊട്ടൊഴിഞ്ഞ് ആ ഒരുവൻ ഭ്രാന്തമായി പൊട്ടിച്ചിരിച്ചു. രാവിലെ ചുമ്മാ ഓഫീസിലേക്ക് ഇറങ്ങിയതിൻ്റെ പിന്നാലെ തന്നെ കണ്ണനും ഇറങ്ങി. എത്രയൊക്കെ അവളെക്കുറിച്ചൊരു ധൈര്യം ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാലും ആദ്യമാണ് അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടി. പെണ്ണിനോടൊന്ന് തുറന്നു പറയണമെങ്കിൽ കയ്യിൽ തെളിവുകളുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവൾ തന്നെ കേട്ടിരിക്കണമെന്നൊരു ഉറപ്പുമില്ല. ഹെഡ് ഓഫീസിൻ്റെ മുൻപിൽ കൂടിയാണ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചുമ്മുവിന് കൂടുതൽ സംശയത്തിന് ഇടവരില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് പിന്നാലെ പോയതും. ഹെഡ് ഓഫീസിൻ്റെ മുൻപിൽ ചെന്നപ്പോഴേക്കും ചുമ്മു തൻ്റെ ബുള്ളറ്റ് ഗേറ്റിനുള്ളിലേക്ക് പായിച്ചിരുന്നു. അവൾ പോകുന്നത് ഒരു നിമിഷം നോക്കി നിന്നതിന് ശേഷമാണ് മാധവ് അവിടെ നിന്ന് മുന്നോട്ടേക്ക് നീങ്ങിയത് തന്നെ. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ പല പ്രാവശ്യം ചുമ്മുവിനെ പിന്തുടരുവാൻ പറഞ്ഞുകൊണ്ടിരുന്ന മാധവ് സോമന് പുതുമയുള്ളതായിരുന്നു. ഉണ്ടടോ. വലത്തെ കൈയിലെ ഇനിയും ഉണങ്ങാത്ത മുറിവിലെ കെട്ടിലൊന്ന് തൊട്ടുകൊണ്ട് അവൻ മുന്നിലെ റോഡിലേക്ക് ഉറ്റുനോക്കി. എന്താ സാറേ, സീരിയസ് ആണോ? വണ്ടി ഓടിക്കുന്നതിനിടയിൽ തന്നെ സോമൻ ചോദിച്ചു. സീരിയസ് തന്നെയാണ്, കണ്ടുപിടിക്കണം. പൊതുവെയുള്ള ഗൗരവം വിടാതെ തന്നെ അവൻ മറുപടി നൽകി. പിന്നീട് സോമൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പോയില്ല. പറയേണ്ടതാണെങ്കിൽ
സാറ് പറയുമല്ലേ എന്നൊരു തോന്നൽ അയാളിലുണ്ടായി. എന്താ അച്ചുവേട്ടാ? ഊണും കഴിഞ്ഞ് വലിയ തിരക്കില്ലാതെ ഇരിക്കുന്ന സമയത്താണ് മാധവിന് അശ്വിനിൽ നിന്നും കോൾ വന്നത്. നീ ഇപ്പോൾ ഫ്രീ ആണോ? മറു ചോദ്യമാണ് അവനോട് അശ്വിൻ ചോദിച്ചത്. ആണേട്ടാ, പറഞ്ഞോളൂ. മുന്നിൽ കിടക്കുന്ന മേശയിൽ കൈകുത്തിക്കൊണ്ട് അവൻ മുന്നോട്ടേക്ക് ആഞ്ഞിരുന്നു. ഫോണിൽ കൂടി പറയാൻ പറ്റത്തില്ല. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഓഫീസിലേക്കൊന്ന് വരാവോ? ഇത്തിരി അർജൻറ്റാണ്. അച്ചുവിൻ്റെ സംസാരം വളരെ ഗൗരവത്തിലുള്ളതായിരുന്നു. ഓക്കെ ഏട്ടാ, വന്നേക്കാം. പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തതും അവൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റതും ഒരുപോലെയായിരുന്നു. അരുൺ, ഞാനൊന്ന് പുറത്തേക്ക് പോവുക. പെട്ടെന്ന് തിരിച്ചു വരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ. എസ് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ട് അവൻ വേഗത്തിൽ ചേഞ്ചിങ് റൂമിലേക്ക് കയറി. യൂണിഫോം ഷർട്ട് മാറ്റി ഒരു ബ്ലാക്ക് കളർ ടീഷർട്ട് എടുത്തിട്ടു. നേരെ ഞങ്ങളുടെ ഓഫീസിലേക്ക് വിട്ടോ. വണ്ടിയിൽ കയറി ഇരുന്നു കൊണ്ട് ഡ്രൈവർ സോമന് നിർദ്ദേശം കൊടുക്കുമ്പോഴും അച്ചുവേട്ടൻ എന്തിനായിരിക്കും ഇത്രയ്ക്ക് അത്യാവശ്യമായിട്ട് തന്നെ വിളിച്ചത് എന്നുള്ള ചിന്തയായിരുന്നു കണ്ണനിൽ. സാധാരണ ഹോസ്പിറ്റലിൽ പോകേണ്ട ആൾ ലീവ് എടുത്ത് ഓഫീസിലിരിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തക്കതായ കാര്യം ഉണ്ടാവുമെന്ന് മാധവ് ഊഹിച്ചു. വണ്ടി മേലേടത്ത് ഹെഡ് ഓഫീസിൻ്റെ എൻട്രൻസിന് മുൻപിൽ ചെന്ന് നിർത്തിയതും അവൻ അതിൽ നിന്നും വേഗത്തിൽ തന്നെ ഇറങ്ങി. തന്നെ കണ്ടപ്പോൾ ഭവ്യതയോടെ മാറി നിന്നുകൊണ്ട് വിഷ് ചെയ്ത സെക്യൂരിറ്റികൾക്ക് തിരിച്ചും വിഷ് ചെയ്തുകൊണ്ട് അവൻ ലിഫ്റ്റിലേക്ക് കയറി. കണ്ണൻ നേരെ പോയത് 5ാം നിലയിലുള്ള കൃഷ്ണദാസിൻ്റെ ക്യാബിനിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ ശിവദാസും അശ്വിനും വിവേകും കൃഷ്ണദാസും കൂടിയിരുന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ? അവർക്കൊപ്പം ഇരുന്നു കൊണ്ട് തന്നെ അവൻ ഗൗരവത്തോടെ തിരക്കി. അത് മോനെ, മുംബൈയിലുള്ള RK കൺസ്ട്രക്റ്റീവ് ഗ്രൂപ്പിൽ നിന്നും നമുക്കൊരു മെയിൽ വന്നിരുന്നു. നമ്മുടെ സ്റ്റോക്കുകൾ വാങ്ങാൻ അവർക്ക് താല്പര്യമുണ്ടെന്ന്. അത് മാത്രമല്ല, അവരൊരു ടൈപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. അതും ഒരു കോൺട്രാക്ട് ഡീലാണ് ഉദ്ദേശിക്കുന്നത്. സംസാരത്തിന് തുടക്കമിട്ടത് ശിവദാസനായിരുന്നു. അത് ഒരു നല്ല കാര്യമല്ലേ വല്യച്ഛ? ബിസിനസ് കാര്യങ്ങൾ എന്തിനാണ് തന്നോട് വിശദീകരിക്കുന്നത് എന്നൊരു ഭാവമായിരുന്നു കണ്ണനപ്പോൾ. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ RK കമ്പനിയെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിച്ചു. വളരെ കുറഞ്ഞ ടൈം പീരീഡിൽ പെട്ടെന്ന് മുളച്ചു പൊങ്ങിയൊരു കമ്പനിയാണത്. അതും കഴിഞ്ഞ 3-4 വർഷങ്ങൾ കൊണ്ട് വളർന്നു വന്ന മുംബൈയിലെ അറിയപ്പെടുന്ന കമ്പനി. എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നുന്നു കണ്ണ. ഞാനൊരു നോ പറഞ്ഞിട്ടും അവർ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി നമ്മളെ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നത് പോലൊരു തോന്നൽ. എൻ്റെ മാത്രം മനസ്സിൻ്റെ തോന്നലാവാം ഇത്. എന്നാലും നീ ഇതൊന്ന് പേഴ്സണലി അന്വേഷിക്കണം. ശിവദാസൻ്റെ കൈവിരലുകൾ താടിയിൽ അലഞ്ഞു നടന്നു. എനിക്ക് ആ ഡീറ്റെയിൽ തന്നേക്ക് വല്യച്ഛ. 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. അവൻ ഉറപ്പ് നൽകി. മുംബൈയിലെ അത്രയും വലിയൊരു കമ്പനി നമ്മളോട് ടൈപ്പ് ആവേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല കണ്ണ. ഒരു നോ പറയുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഇട്ടേച്ചു പോവുകയാണ് വേണ്ടത്. ഇതിപ്പോൾ അതിനുശേഷം 5-6 മെയിലുകൾ അവർ തുടർച്ചയായിട്ട് അയച്ചു. അവർക്കെന്തോ നമ്മളോട് കൂടാൻ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ളതുപോലെ. എനിക്കെന്തോ ഇതങ്ങോട്ട് ദഹിക്കുന്നില്ല. ഒരുമാതിരി എന്തോ വരാൻ പോകുന്നത് പോലൊരു തോന്നൽ. കൃഷ്ണദാസും അയാളുടെ അഭിപ്രായം പറഞ്ഞു. അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ, ഒന്നും സംഭവിക്കില്ല. അടുത്തിരിക്കുന്ന അച്ചുവിനെയും വിവേകിനെയും നോക്കിക്കൊണ്ട് അവൻ മെല്ലെ എഴുന്നേറ്റു. കണ്ണ, ഞാൻ നിനക്ക് ഡീറ്റെയിൽ അയച്ചു വയ്ക്കാം, നീ പൊയ്ക്കോളൂ. വിവേക് പറഞ്ഞു. എനിക്ക് 2 ദിവസത്തെ സമയം എന്താ? അപ്പുറത്ത് നിൽക്കുന്നവൻ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെന്നറിഞ്ഞ് ബാക്കി നമുക്ക് അപ്പോൾ നോക്കാം. ശിവദാസിനെയും സ്വന്തം അച്ഛനെയും ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് അവൻ അവരോട് യാത്ര പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി. നേരെ ലിഫ്റ്റിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഓടിപ്പിടിച്ച് അങ്ങോട്ടേക്ക് പാഞ്ഞു വന്ന ചുമ്മുവിനെ അവൻ കണ്ടത്. പക്ഷേ കണ്ണനെ അവിടെ പ്രതീക്ഷിക്കാതെ ഇരുന്നതിനാലാവാം പെണ്ണവനെ അധികം ശ്രദ്ധിച്ചതുപോലുമില്ല. ഇരുവരും ഒരുമിച്ച് തന്നെ ലിഫ്റ്റിലേക്ക് കയറി. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ബട്ടൺ അമർത്തിയതിന് ശേഷം തിരിഞ്ഞപ്പോഴാണ് തൊട്ടു പിന്നിൽ നിൽക്കുന്നവനെ ചുമ്മു നോക്കിയത് തന്നെ. ആദ്യം ഒന്ന് പതറിയെങ്കിലും പതിവ് ഗൗരവം മുഖത്തണിഞ്ഞുകൊണ്ട് ചുമ്മു അവനെതിരായി നിലയുറപ്പിച്ചു. 2 നിമിഷങ്ങൾ കഴിഞ്ഞതും ലിഫ്റ്റിൻ്റെ വാതിലടഞ്ഞു. അത് താഴേക്ക് മെല്ലെ പോകുന്നത് അവരറിഞ്ഞു. ഹ, ഇതാര്? എൻ്റെ ഭാവി ഭാര്യയോ? കണ്ടിട്ടും കാണാത്തതുപോലെ നിൽക്കുക. മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ വെറുതെ ഒന്ന് ചൊറിഞ്ഞു ചെക്കൻ. അവളൊന്നും മിണ്ടിയില്ല. പകരം വേറെങ്ങോട്ടേക്കോ മുഖം തിരിച്ചു നിന്നു. ഷെടാ, ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കുമോ എൻ്റെ അവസ്ഥ? കൈകൾ രണ്ടും
നെഞ്ചിന് മുകളിൽ പിണച്ചു കെട്ടിക്കൊണ്ട് ലിഫ്റ്റിലേക്ക് ചാരി നിന്നവൻ മൂർച്ചേറിയൊരു നോട്ടം ചെന്നല്ലാതെ ചുമ്മുവിൻ്റെ വായ തുറന്നില്ല. ആ, അനുഭവിക്കുക തന്നെ, അല്ലാതെ പറ്റില്ലല്ലോ. കണ്ണൻ്റെ നെടുവീർപ്പ് അവിടെ ഉയർന്നു. ലിഫ്റ്റിൻ്റെ ഡിസ്പ്ലേ പാനലിൽ തെളിയുന്ന ഫ്ലോർ നമ്പറിലേക്ക് കണ്ണ് നട്ട് നിന്നതല്ലാതെ പെണ്ണൊരക്ഷരം അപ്പോഴും ഉരിയാടിയില്ല. ഇതിനെയാണല്ലോ ഈശ്വര എനിക്ക് പ്രേമം തോന്നിയത്. സത്യം മുഖത്ത് നോക്കി പറഞ്ഞ ഈ ചീവീടിൻ്റെ വായിൽ നിന്ന് വല്ല ഭാഷയും കേൾക്കേണ്ടി വരും. പറഞ്ഞില്ലെങ്കിൽ ഉള്ളു പിങ്ങി ഞാനിങ്ങനെ കാലം കഴിക്കേണ്ടി വരും. അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവളെ പാളി നോക്കി. ഒരു നോട്ടം, പെണ്ണിൻ്റെ ഒരു നോട്ടം പോലും തന്നിലേക്ക് നികളുന്നില്ല. ആ മുഖത്ത് തന്നോടുള്ള ദേഷ്യമല്ലാതെ മറ്റെന്തെങ്കിലും വികാരമുണ്ടോ എന്നവൻ സൂക്ഷ്മമായി പരിശോധിച്ചു. ഇല്ല, ദേഷ്യമല്ലാതെ മറ്റൊന്നുമില്ല. ഉള്ളിൽ ചെറിയൊരു നീറ്റൽ അനുഭവപ്പെട്ടെങ്കിലും കണ്ണൻ അത് ഗൗരവത്തിൻ്റെ മറയിട്ട് മൂടി വെച്ചു. ഒരിക്കൽ അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ എന്നുള്ള ചിന്ത അവനെ ഇല്ലാതാക്കാൻ പോകുന്നതായിരുന്നു. 10 വർഷങ്ങൾ ഇത്രയും നാൾ തന്ന ശിക്ഷ പോരേടി, ഇനിയും എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണോ എന്നൊരു തേങ്ങൽ അവനിൽ നിന്ന് ആ സമയം ഉണ്ടായി. പക്ഷേ ഒരുപാട് സ്നേഹിച്ചവൻ തള്ളി പറഞ്ഞപ്പോഴുണ്ടായ ഒരുവളുടെ വേദന അവനപ്പോൾ മനസ്സിലായിരുന്നില്ല. എല്ലാവരും ചേർത്ത് പിടിച്ചപ്പോൾ ആ ഒരുവൻ മാത്രം തന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന നൊമ്പരം അവളെ അത്രമാത്രം സങ്കടപ്പെടുത്തി എന്നുള്ളതും അവനന്ന് കാര്യമാക്കിയില്ല. ഓർമ്മകൾ ചൂട് പിടിച്ചതും അവൻ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ചുമ്മുവിലേക്ക് കണ്ണും നട്ടു. ഇപ്പോഴും അവളുടെ നോട്ടം ലിഫ്റ്റ് പാനലിലേക്ക് തന്നെയാണ്. അതിലെ നമ്പർ 2 നിന്നും 1 യാത്രയിലാണ്. പെട്ടെന്നാണ് ഒരു കാതടപ്പിക്കുന്ന ശബ്ദം ലിഫ്റ്റിനുള്ളിൽ മുഴങ്ങിക്കേട്ടത്. അവർക്കൊന്നും ഞെട്ടാൻ പോലുമുള്ള സമയം കിട്ടിയില്ല. അതിനു മുൻപേ തന്നെ അതിവേഗത്തിൽ ആ ലിഫ്റ്റ് താഴേക്ക് പതിച്ചിരുന്നു. അമ്മേ! ചുമ്മുവിൻ്റെ അലറിച്ച പൊങ്ങി. താഴേക്ക് വീഴാൻ പോയവളെ വലിച്ച് നെഞ്ചിലേക്ക് പൊത്തിപ്പിടിപ്പിക്കുമ്പോൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയം അവനറിയാതെ തന്നെ പുറത്തേക്ക് ഒഴുങ്ങി തുടങ്ങിയിരുന്നു. അപ്പോൾ അടുത്ത പാട്ടിനായിട്ട് കാത്തിരിക്കുക കേട്ടോ.